സൗദി ഫാമിലി വിസ ഓൺലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഒരു ഇൻഷുറൻസ് ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അറേബ്യൻ ഷീൽഡ് ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങളുടെ ഇതിൻ്റെ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പാസ്പോർട്ട് നമ്പറും വിസ നമ്പറും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫാമിലീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നതാണ്. നമ്മളിതിൽ ഇപ്പോൾ ഫില്ല് ചെയ്യാനുള്ളത് ഫസ്റ്റ് ബോർഡർ നമ്പർ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇൻഷുറൻസിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 90 ഡേയ്സോ അല്ലെങ്കിൽ 180 ഡേയ്സോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മളിവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും, അതും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ 2 തരത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സദാത്. ഇനി ഇവിടെ ഒരു OTP വരാനുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒരു OTP വരിക. ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ വാലിഡേറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ OTP എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ റീസെൻറ്റ് OTP കൊടുത്താൽ മതിയോ. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ള OTP കറക്റ്റാണ്. അതിനുശേഷം നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇൻഷുറൻസ് ഓക്കെ ആയി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് എക്സ്റ്റൻഷൻ ഫീസ് അടയ്ക്കാനുള്ളതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള SNB ബാങ്കാണ്. ഇതിൽ നമ്മൾ മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഗവൺമെൻറ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഏത് ബാങ്കായാലും ഇത് തന്നെ ആയിരിക്കും, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ബില്ലറിൽ റെസിഡൻറ്റ് സർവീസ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സർവീസിൽ എക്സ്റ്റൻഡ് വിസിറ്റർ വിസ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അൺരജിസ്റ്റേർഡ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബോർഡർ നമ്പർ ടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പലതരത്തിലുള്ള ബാങ്കാണെങ്കിലും ഏത് ബാങ്കാണെങ്കിലും ഇതേപോലെ തന്നെയാണ്, സെയിം ഇത് തന്നെയാണ് എല്ലാ ബാങ്കിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ബോർഡർ നമ്പർ നമ്മളിവിടെ തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പാസ്പോർട്ട് ഉണ്ടോ അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 100 റിയാൽ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരാൾക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 100 റിയാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു OTP വരുന്നതാണ്. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റും സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം നമ്മളിവിടെ ഫാമിലി മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്റ്റെൻഡ് വിസിറ്റർ വിസ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഇതിൽ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മുടെ എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ എന്ന് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ